2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് അതിൻ്റെ ഫലമൊക്കെ പുറത്തു വന്നു. ഐക്യ ജനാധിപത്യ മുന്നണിക്ക് വലിയ നേട്ടങ്ങളുണ്ടാക്കാൻ പറ്റി. 103 സീറ്റുകളിൽ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് വിജയിക്കുവാൻ കഴിഞ്ഞു. ഇപ്പോൾ ഇനി നാളെ ഐക്യ ജനാധിപത്യ മുന്നണിയായി മുഖ്യമന്ത്രിയായി ശ്രീ വി.ഡി. സതീശൻ അദ്ദേഹം അധികാരമേൽക്കുവാൻ പോവുകയാണ്. അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിൽ മറ്റ് മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്യണം എന്നുള്ള തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ മറ്റ് പാർട്ടികളോടും മന്ത്രിമാരെ പ്രഖ്യാപിക്കേണ്ടതുണ്ട്. മുസ്ലിം ലീഗിന് അനുവദിച്ച് കിട്ടിയ 5 സീറ്റുകളിലേക്കുള്ള 5 മന്ത്രിമാരെ മുസ്ലിം ലീഗിന് UDF അനുവദിച്ചിട്ടുണ്ട്. ആ 5 മന്ത്രിമാരുടെ പേരുകൾ പ്രഖ്യാപിക്കുന്നതിന് വേണ്ടിയാണ് ഈ പത്രസമ്മേളനം വിളിച്ചു ചേർത്തിട്ടുള്ളത്. അത് ഞാനിവിടെ പറയുകയാണ്. അതായത് ശ്രീ PK കുഞ്ഞാലിക്കുട്ടി, N. ഷംസുദ്ദീൻ, KM ഷാജി, PK ബഷീർ, VE അബ്ദുൽ ഗഫൂർ, ഇങ്ങനെ 5 മന്ത്രിമാരെയാണ് ഇപ്പോൾ മുസ്ലിം ലീഗ് പ്രഖ്യാപിക്കുന്നത്. ഇനി അടുത്ത 2.5 വർഷം കഴിഞ്ഞാൽ കോഴിക്കോട് ജില്ലക്ക് ഇപ്പോൾ ഞങ്ങൾക്ക് പ്രതിനിധികൾ കൊടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അടുത്ത 2.5 വർഷം കഴിഞ്ഞാൽ കോഴിക്കോട് ജില്ലയിലേക്ക് മുസ്ലിം ലീഗിൻ്റെ ഒരു മന്ത്രി ഉണ്ടാകും. അത് ശ്രീ പാറക്കൽ അബ്ദുള്ള ആയിരിക്കും എന്നുകൂടി ഇവിടെ അറിയിക്കുക. അത് അപ്പോൾ തീരുമാനിക്കുള്ളൂ. ഇപ്പോൾ പറയില്ല. ഇല്ല, ഇപ്പോൾ മാറുന്ന മന്ത്രി പാറക്കൽ അബ്ദുള്ളായിരിക്കും. കോഴിക്കോട് നിന്ന് പാറക്കൽ അബ്ദുള്ളക്ക് അത് അപ്പോൾ തീരുമാനിക്കുള്ളൂ. വകുപ്പുകൾ അത് മുഖ്യമന്ത്രി തീരുമാനിക്കുന്നത്. അത് മുഖ്യമന്ത്രിയാണ് പ്രഖ്യാപിക്കുന്നത്. അതുണ്ടാകും, പുതിയ വകുപ്പുകൾ ഉണ്ടാവും. അത് ഞങ്ങൾ ഒന്നുകൂടി ആലോചിച്ചിട്ട് മുഖ്യമന്ത്രിക്കാണ് അതിൻ്റെ അധികാരമുള്ളത്. അദ്ദേഹമായിരിക്കും അത് പ്രഖ്യാപിക്കുന്നത്. അത് മാറ്റത്തിനനുസരിച്ച് മുഖ്യമന്ത്രി പറയും. നേരത്തെ കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾ മിക്കവാറും ആ വകുപ്പിൽ തന്നെ ആയിരിക്കും. പുതിയ വകുപ്പ് ഉണ്ടെങ്കിൽ അത് മുഖ്യമന്ത്രി അറിയും. അല്ല, അതെ, പാർട്ടി ലീഡർ പറയും. ചില സാങ്കേതിക ടെക്നിക്കാലിറ്റി അത് പാർട്ടിക്ക് പറയാൻ കഴിയില്ല. അത് മുഖ്യമന്ത്രിയുടെ പ്രൊറോഗേറ്റീവാണ്. അതുകൊണ്ട് തന്നെ അത് ഗവർണറുടെ അനുവാദത്തിൽ ഗസറ്റിൽ പബ്ലിഷ് ചെയ്യുമ്പോഴാണ് വരേണ്ടത്. പാർട്ടിയുടെ അഭിപ്രായങ്ങൾ തങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പറഞ്ഞതുപോലെ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടോ, ബാക്കി കാര്യങ്ങളൊക്കെ നാളെ അത് പബ്ലിഷ് ചെയ്യുമ്പോഴേ അറിയുള്ളൂ. മുഖ്യമന്ത്രി പറയുമ്പോഴേ അറിയും. എന്താണെങ്കിൽ നാളെ നമുക്ക് വകുപ്പ് പബ്ലിഷ് ചെയ്യാനുള്ള അധികാരമില്ല. പാർട്ടി അതിൻ്റെ കാര്യങ്ങൾ ചർച്ച നടത്തിയത് മുഖ്യമന്ത്രിയെ ധരിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹം പറയുമ്പോൾ തന്നെ പറയില്ലോ, പറയും. സാദിഖ് അലി തങ്ങളുടെ വാർത്താ സമ്മേളനമായിരുന്നു. ലീഗിന് 5 മന്ത്രിസ്ഥാനം. അത് PK കുഞ്ഞാലിക്കുട്ടി, PK ബഷീർ, N. ഷംസുദ്ദീൻ, KM ഷാജി, അബ്ദുൽ ഗഫൂർ എന്നിവരായിരിക്കും എന്നത് പ്രഖ്യാപിച്ചിരിക്കുന്നു. അതിൽ ഇതുവരെ നമുക്ക് ലഭിക്കാത്ത ഒരു വിവരം എന്ന് പറയുന്നത് ടേം വ്യവസ്ഥ ഏർപ്പെടുത്തിയിരിക്കുന്നു. ആ ടേം വ്യവസ്ഥയിൽ 2.5 വർഷത്തിന് ശേഷം കോഴിക്കോടിനൊരു പ്രതിനിധി ഉണ്ടാകും. പാറക്കൽ അബ്ദുള്ള മന്ത്രിയാകും എന്ന കാര്യമാണ് ഇപ്പോൾ സാദിഖ് അലി തങ്ങൾ പറഞ്ഞിരിക്കുന്നത്. അതിൽ ആരായിരിക്കും ഒഴിവാകുക എന്ന കാര്യത്തിൽ സസ്പെൻസ് തുടരുകയാണ്. അത് ആ സമയത്ത് തീരുമാനിക്കും എന്നതാണ് ഇപ്പോൾ സാദിഖ് അലി തങ്ങൾ പറയുന്നത്. കോഴിക്കോടിന് പ്രാതിനിധ്യമില്ല എന്നതായിരുന്നു വലിയ വിമർശനമായി ഉയർന്നിരുന്നത്. പരസ്യ പ്രതികരണത്തിലേക്കും പരസ്യമായിട്ടുള്ള പ്രതിഷേധത്തിലേക്കും ഒക്കെ കാര്യങ്ങൾ നീങ്ങുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ ഒരു ടേം വ്യവസ്ഥ കൊണ്ടുവന്നിരിക്കുന്നത്. പക്ഷേ ആർ ഒഴിവാകും എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. PK കുഞ്ഞാലിക്കുട്ടിയും PK ബഷീറും N. ഷംസുദ്ദീനും KM ഷാജിയും അബ്ദുൾ ഗഫൂറും മന്ത്രിമാരായി ഇപ്പോൾ സത്യപ്രതിജ്ഞ ചെയ്യും, അധികാരമേൽക്കും. 2.5 വർഷത്തിന് ശേഷം ആരെ മാറ്റി പാറക്കൽ അബ്ദുള്ളയെ ഉൾപ്പെടുത്തണം എന്ന കാര്യം അപ്പോൾ തീരുമാനിക്കും എന്നതാണ് ഇപ്പോൾ ലീഗ് എത്തിയിരിക്കുന്ന തീരുമാനം. ഏതൊക്കെ വകുപ്പുകൾ എന്ന കാര്യത്തിൽ മുഖ്യമന്ത്രി ആയിരിക്കും വ്യക്തത വരുത്തുക എന്നതുകൂടി സാദിഖ് അലി തങ്ങൾ പറയുന്നു. ആ കാര്യങ്ങൾ മുഖ്യമന്ത്രിയുടെ അധികാരമാണ്, പ്രത്യേക അധികാരമാണ്. അദ്ദേഹം തന്നെ അത് വ്യക്തമാക്കുമെന്നതാണ് പറയുന്നത്. ഏതെങ്കിലും വകുപ്പുകൾ വിട്ടുകൊടുക്കുന്നതായോ അല്ലെങ്കിൽ ഏതെങ്കിലും വകുപ്പുകൾ പുതുതായി ഏറ്റെടുക്കുന്നതായോ ഉള്ള യാതൊരു സൂചനകളും എന്തായാലും ഇപ്പോൾ ലീഗ് നേതാക്കൾ നൽകുന്നില്ല. പാറക്കൽ അബ്ദുള്ള മന്ത്രിയാകും. അത് ടേം വ്യവസ്ഥയിൽ 2.5 വർഷത്തിന് ശേഷമാകും. അങ്ങനെ കോഴിക്കോടിന് പ്രാതിനിധ്യം ഉണ്ടാകും.
കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.